അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോടാ. ഇനി എപ്പോഴും ചോദിക്കുന്ന വേറൊരു ചോദ്യം, മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോളാം. നോക്കി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 7, 2 ആൻഡ് 3, 1. അതായത് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നോക്ക്, 7, 2, 3, 1 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7, 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വെച്ചോ, 3, 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വെച്ചോ. ഇത് തമ്മിലുള്ള ദൂരം, അകലം കണ്ടുപിടിക്കണം. അകലം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിക്കണം, അതല്ലാതെ ഒരു രക്ഷയില്ല. എന്താണ് ഇക്വേഷൻ? റൂട്ടിന്റെ അകത്ത് എക്സുകൾ കുറച്ച് പകുതി എടുക്കണം, അല്ല എക്സുകൾ കുറച്ച് സ്ക്വയർ എടുക്കണം. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സുകൾ കുറച്ച പോലെ വൈകൾ കുറയ്ക്കണം, y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അതായത് എന്താണ് ഇക്വേഷൻ? എക്സുകൾ കുറച്ച് സ്ക്വയർ എടുക്കണം, വൈകൾ കുറച്ച് സ്ക്വയർ എടുക്കണം, അത്രേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സംഖ്യകൾ. ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 7, ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 3. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 7 നിന്ന് 3 കുറയ്ക്കാം, അല്ലെങ്കിൽ 3 നിന്ന് 7 കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം. എളുപ്പം ഏതാണ്? 7 നിന്ന് 3 കുറയ്ക്കാനല്ലേ, അത് ആദ്യം എഴുതി 7 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത y മൈനസ് y1 മൈനസ് y2, വൈകൾ കുറച്ച് സ്ക്വയർ എടുക്കുക. ഇവിടുത്തെ y 2 ആണ്, ഇവിടുത്തെ y 1 ആണ്. ഇതും ഇഷ്ടമുള്ള പോലെ കുറയ്ക്കാം, 2 നിന്ന് 1, 1 നിന്ന് 2 കുറയ്ക്കാം. ഇപ്പൊ 2 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ നോക്ക്, 7 നിന്ന് 3 പോയാൽ എത്രയാണ്? 4 ആണ്, 4 സ്ക്വയർ പ്ലസ് 2 നിന്ന് 1 പോയാൽ എത്രയാണ്? 1 സ്ക്വയർ ഈക്വൽ ടു 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 16 ഒന്നും കൂടി കൂട്ടുമ്പോ എത്ര വന്നു? 17. റൂട്ട് 17. കൃത്യമായിട്ട് റൂട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്ര എഴുതിയാൽ മതി, റൂട്ട് 17 യൂണിറ്റ്സ്. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം. അപ്പൊ ഇനി വേറെ ക്വസ്റ്റ്യൻ.